പുലർക്കാലമഞ്ഞിൻ കുളിരുമായെത്തുമീ ഭൂമിക്കു സ്വന്തമോ ഈ സൂര്യകിരണം ഭൂമിക്കു സ്വന്തമോ ഈ സൂര്യകിരണം. ആകെ മാറിപ്പോയല്ലോ. ഹലോ, ആളില്ലാത്ത വീട്ടിൽ എന്താ പരിപാടി? ഇവിടെ താമസിച്ചിരുന്നവർ ഇവിടെ ആരും താമസമില്ല. പോകാൻ നോക്ക്. ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഇനി ആരോട് ചോദിക്കും? ഭഗവാനെ കാത്തുരക്ഷിക്കണേ. ഈശ്വര, എന്റെ വിധി. സാഗരതീരമാലകളിൽ ജീവിത നൗകകൾ മറയുന്നു. തീരം കാണാതലയും ജീവിത നൗകകൾ തകരുന്നു. താനാ കാറ്ററിംഗുകാരെ ഒന്ന് വിളിക്ക്. വിളിക്കാം. ദൈവമേ, ബാഗ് കാണുന്നില്ലല്ലോ. ഇവിടെ കാണുന്നില്ലല്ലോ. അമലേട്ടാ, അമലേട്ടാ, ഇങ്ങോട്ടൊന്ന് വാ. എന്താ ഏട്ടാ, ബാഗ് കാണുന്നില്ല. ഫോൺ ബാഗില. അമ്പലത്തിൽ വെച്ച് മറന്നു. ഏട്ടാ, പെട്ടെന്ന് വണ്ടി എടുക്ക്, നമുക്ക് പോയി നോക്കാം. തൻ്റെ ഒരു കാര്യം. ദൈവമേ, ഇനി എന്ത് ചെയ്യും? എന്റെ ആധാറും പൈസ റേഷൻ കാർഡും എല്ലാം പോയി. ദൈവമേ, എന്റെ ബാഗ് ഇവിടെ തന്നെയാണോ വെച്ചത്? എനിക്ക് ഉറപ്പാ, ഇവിടെ തന്നെ വെച്ചത്. ആരോ എടുത്തതാ. ഇനിയിപ്പോ ആരോട് ചോദിക്കാനാ? നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. ഇവിടെ ഒരു സ്വാമി ഇരുന്നല്ലോ, ഇനി അയാളെങ്ങാനും. അയാളെ ഇനി എവിടെ പോയി തരാനാ? വാ, അയാൾ വന്ന് വണ്ടി കയറി, നമുക്ക് പോവാം. അമലേട്ടാ, അമലേട്ടാ, അതോ സ്വാമിയാന്ന് തോന്നുന്നു. വണ്ടി നിർത്ത്. സ്വാമി, സ്വാമി, എന്റെ ബാഗ് ഇങ്ങിതാ. ബാഗോ? എന്റെ കയ്യിൽ ഈ സഞ്ചി മാത്രമേ ഉള്ളൂ മോളെ. നിങ്ങളാ എന്റെ ബാഗ് എടുത്തത്, എനിക്ക് ഉറപ്പാ. മോൾ എന്തൊക്കെയായി പറയുന്നത്? മോനെ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. താനെന്താ അഭിനയിക്കുന്നോ? കള്ളം പറയാതെ നിങ്ങളെടുത്താ ഞാൻ എന്റെ ബാഗ് വെച്ചത്. തന്റെ സഞ്ചി നോക്കട്ടെ. ഇതിൽ എന്റെ കുറച്ച് തുണികൾ മാത്രമേ ഉള്ളൂ മോളെ. വിട് കള്ളക്കളവാ, വിടാനാ പറഞ്ഞത്. താൻ വിട്, അച്ഛന്റെ പ്രായമുള്ള മനുഷ്യനാ. അച്ഛനോ? എനിക്ക് ആ വാക്ക് കേൾക്കുന്നതേ വെറുപ്പാ. അയാളെ കണ്ട ഞാൻ അയാളുടെ മുഖത്ത് കാർ തുപ്പും. സ്വാമി, ബാഗിലെ പൈസ നിങ്ങൾ എടുത്തോ? ആ ബാഗ് ഇഞ്ഞിതാ. ഇല്ല മോനെ, ഞാൻ എടുത്തിട്ടില്ല. അമലേട്ടാ, ഇയാള് കള്ളനാ, അതാ സഞ്ചി തരാത്തത്. വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എന്റെ തുണി മാത്രമേ ഉള്ളൂ. എന്റെ ദൈവമേ, ഇതെന്തൊരു കഷ്ടമാ. എന്തുവാ വിഷയം? വിട്. ഇയാളെന്റെ ബാഗ് എടുത്ത്. നേരാണ് സ്വാമി, നിങ്ങൾ ബാഗ് എടുത്തോ? ഇല്ല, ഞാൻ ആരുടെ ബാഗ് എടുത്തിട്ട് ഉണ്ടെങ്കിൽ എടുത്ത് തിരിച്ചു കൊടുക്കും. നിങ്ങൾ രാവിലെ ഞാൻ കണ്ടതാണല്ലോ ആളില്ലാത്തൊരു വീട്ടില് ഗേറ്റ് പിടിച്ചോണ്ട് നിൽക്കുന്നത്. മോഷണമാണോ പരിപാടി? ഇയാൾ രാവിലെ ഞാൻ കണ്ടതില്ലയോ? ആഹാ, ഉള്ളയാണോ? ആ, ഇയാൾ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യ്, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിൽ പറ. മര്യാദ ഭാഗം കൂടും. നിങ്ങൾ പോകാൻ നോക്ക്. വാ, കയറ്. പറഞ്ഞോ പറയും.
റോഡ് സൈഡിൽ ബോധം കെട്ട് കിടന്നതാ അമ്മ. ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ അവരുടെ? ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയുമില്ല. അവരെ എവിടെയെങ്കിലും ഒന്ന് ആക്കട്ടെ സാർ. അതിനെന്താ, നമുക്ക് തൊടിയൂർ പാലത്തിൻ്റെ വടക്കുവശം തറവാടെന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നമുക്ക് അവിടെ ആക്കാം. അതിൻ്റെ പ്രസിഡന്റും ആളുകളും നമ്മുടെ വേണ്ടപ്പെട്ടവരാ. ആ, നമ്മുടെ ആ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ മാഡവും പയ്യനോട് അതെ അതെ വിളി. ഓക്കെ സർ. നമുക്ക് അവിടെ ആക്കാം. പറഞ്ഞത് തന്നെ കാര്യമായി. ചോദിക്കാം. എന്നാ അങ്ങനെ ചെയ്യാം സാറേ. ഒരു വലിയ ഉപകാരം. ആ, ഇവന്റെ ആൾക്കാരൊക്കെ വന്നോ? ഇല്ല സാർ, അവന്റെ അച്ഛൻ എടുക്കനായി. നാളെ എപ്പോഴാന്ന് വല്ലതും പറഞ്ഞോ? രാവിലെ വരുമായിരിക്കും. വരും. സുരേഷേ, ചോട്ടു കൈസാഹേ, ടീ കെ, അച്ചായേ, ഇവൻ ആൾ ഉഷാറായല്ലോ. ആ സർ. സുരേഷേ, ചോക്ലേറ്റ് എടുത്തു കൊടുക്ക. ടീ കെ, ചെല്ല് വാ. അത് പറഞ്ഞേക്കാം, അവരോട് പറഞ്ഞേക്കാം. നമ്മുടെ ആയമ്മയുടെ കാര്യമേ നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ശരിയാക്കാം. ഓക്കെ. ഓക്കെ സാറേ, ശരി, ഓക്കെ. എന്നോട് പ്രത്യേകിച്ച് പറയണോടൂ. താൻ ധൈര്യമായിട്ടിരിക്കുക. ആ ശരി, വൈകിട്ട് കാണാം. നമുക്ക് ഞാൻ വരാം. വൈകിട്ട് കാണാം. ഓക്കെ. സാർ, ഒരു പരാതി ഉണ്ട്. ഇയാളിപ്പോൾ എവിടെ ഉണ്ട്? അമ്പലത്തിനടുത്ത് വെച്ചാ സാർ ഞങ്ങൾ കണ്ടത്. ഇയാളെ എടുത്തത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾ കണ്ടോ? കണ്ടില്ല സാറേ, പക്ഷെ അയാളെ എടുത്തത് ഉറപ്പാ. ഞങ്ങൾ തിരിച്ചു ചെന്നപ്പോ അയാളെയും കണ്ടില്ല. അയാൾ അന്നേരേ പോയി. സാർ, ഇതാ ആള്. സുരേഷേ. ആ സാർ. സുരേഷേ, ഇതവരുടെ പരാതിയാണ്. സുരേഷേ, ഇവർക്ക് സംശയമുള്ള ആളിന്റെ ഫോട്ടോ ഇവരുടെ കയ്യിലുണ്ട്. ആ നോക്കട്ടെ സാർ. ഓക്കെ, ഞാൻ ആളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് സാറേ. അന്വേഷിക്കാം നമുക്ക്. ആ അമ്പലം റോഡിലും പരിസരത്തും ഒക്കെ നോക്ക് സുരേഷ്. ആ ഓക്കെ നോക്കാം സാറേ. ആ നമുക്ക് നോക്കാം. നിങ്ങൾ പുറത്തേക്ക് ഇരിക്ക്. ശരി സാർ. സാറ് ഇപ്പൊ വന്നിട്ടില്ല, കുറച്ച് കഴിയും. അങ്ങോട്ടിരുന്നു. കേറി വാടോ. ആ, എവിടുന്ന് പൊക്കി സാറേ? ആ അതൊക്കെ പൊക്കി. വാ സ്വാമി, അങ്ങോട്ട് പോയിരിക്കും. ആ, കള്ളന്റെ നോട്ടം കണ്ടില്ലയോ? നിപ്പ് കണ്ടില്ലയോ? അണിയണ്ട, ആ സ്വാമിയുടെ സഞ്ചി മേടിച്ചേരെ. അല്ല സ്വാമിയെ, ആ കൊച്ചിന്റെ ബാഗ് അങ്ങ് കൊടുക്കരുതോ? ഇപ്പൊ എല്ലാ സ്വാമിമാരും ഉടായ്പും പരിപാടികളും ആണല്ലോ. ഞാൻ എടുത്തിട്ടില്ല സാറേ, പിന്നെ എങ്ങനെയാ കൊടുക്കുന്നേ? കുഴപ്പമില്ല, അകത്തോട്ടെ എല്ല്. ആ തനിയെ കൊടുത്തോളും. ഇതെന്താ കേസ്? സാറേ, അതൊരു മോഷണ കേസാ. ആ ഇരിക്കെ, ഞാൻ വിളിക്കാം. ജോർജ് സാറേ. സാറേ, ഇത് ഞാനാ, വിശ്വനാ. ഈശ്വരോ? ഏത് ഈശ്വരൻ? സാറേ, എന്നെ മനസ്സിലായില്ലയോ? ആ പഴയ താനോ? താനെങ്ങനെ? എന്നാ കേറി വാ. സാർ. ശരി, ആ ഇരിക്കേ. ആ പ്രദീപേ. ഓ, ഇന്നലെ എവിടെ ആയിരുന്നു? ലീവായിരുന്നു. ഓ, പെണ്ണുപിള്ളക്ക് സുഖമില്ലായിരുന്നു, അങ്ങനെ ആശുപത്രി കൊണ്ടുപോയിരുന്നു. സാറിന് അറിയാമല്ലോ, ഞാൻ അങ്ങനെ ചെയ്യുവോ? താൻ വിഷമിക്കണ്ടോ, ഞാനില്ലയോ. സാറ് വിളിക്കുന്നുണ്ട്, കയറുവാ. നിങ്ങളും പോരാ കേട്ടോ. ചെല്ല്, ഞാൻ സാറിനോട് പറയാം.
ആ ഇയാളെ സാർ അറിയുന്നതാണോ? ആ അത് പഴയൊരു കഥയാ. സ്വാമി, എനിക്ക് സ്വാമിമാരോടൊക്കെ വലിയ ബഹുമാനമാണ്. പക്ഷേ മോഷണം അത് നമുക്ക് പിടിക്കില്ല. ഇവര് വെറുതെ പറയാ സാറേ. ആ സാർ ഇതുവരെ വിളിച്ചില്ലേ? ഇല്ല, വിളിച്ചില്ല. ശരി. ഉള്ളത് പറഞ്ഞാൽ തനിക്ക് ഇവിടുന്ന് തടി കേടാവാതെ പോകാം. അല്ലെങ്കിൽ സാറ് ദയവായിട്ട് എന്നെ വിശ്വസിക്കണം. ഞാൻ എടുത്തിട്ടില്ല സാറേ. പിന്നെ ആരാണോ എടുത്തത്? പിന്നെ ഞാൻ വന്നെടുക്കും. സാറ് വിളിക്കുന്നു, കയറിച്ചല്ലോ. വേലയൊന്നും ഇങ്ങോട്ട് ഇറക്കല്ലേ. ആ ബാഗെല്ലാം ഞാൻ ചെക്ക് ചെയ്തു സാറേ. അതിനകത്തൊന്നും കണ്ടില്ല അവര് പറയുന്ന രീതിയിലേ. മൊബൈല്, പേഴ്സ് അതല്ല എന്നാ പറഞ്ഞത്. അതിനകത്തൊന്നുമില്ല. വേറെ എവിടെങ്കിലും ഒളിപ്പിച്ച് വെച്ചതായിരിക്കും സാറേ. ഉള്ളതാണോടാ? ഇല്ല സാറേ. സത്യം പറഞ്ഞില്ല നിന്നെ ഇപ്പൊ ഇവിടെ സമാധിയാക്കും. ഇല്ല, ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല സാറേ. എന്താ വേണം സാറേ? എന്റെ ദൈവമേ, കള്ളക്കരച്ചിലൊന്നും വേണ്ട, പറയണോ സത്യം? ഇല്ല സാറേ, ഞാനങ്ങ് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല. ദൈവത്തിനാണ് സത്യം. സുരേഷേ വിട്. സ്വാമി പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ഞാൻ പറയിക്കും. കള്ളക്കരച്ചില്ല സാറേ. സാർ, എന്താ? എനിക്കറിയാവുന്ന ആളാ സ്വാമി. സാറേ, ഇവർക്ക് എന്താ മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇയാൾ ബാഗ് എടുക്കുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? അത് കണ്ടില്ല. പക്ഷേ കൊള്ളാം. ക്ഷേത്രത്തിൽ അങ്ങനെ പലരും വരും, പിന്നെ ഇയാളെ മാത്രം അങ്ങനെ നിങ്ങൾ സംശയിക്കുന്നേ? സാറേ, ക്ഷേത്രത്തിലെ CCTV ഒന്ന് നോക്കിയിട്ട് പോരെ നമുക്ക് ബാക്കി? അവിടെ CCTV ഉണ്ടോ ജോർജ്? ഉണ്ട് സാറേ, എനിക്കറിയാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്യാൻ ജോർജ്, അത് നോക്കാം നമുക്ക്. CCTVയിൽ താനാണെങ്കിൽ നിന്റെ കൈ ഞാൻ ചവിട്ടി പിടിക്കും, അത് ഉറപ്പാ. കേട്ടോ ജോർജ്? സാർ. സുരേഷേ, ആ അവിടെ പോയി ചെക്ക് ചെയ്തിട്ട് വാ. ആ വിവരം വിളിച്ച് പറയണം കേട്ടോ. ആ ശരി ശരി. നിങ്ങൾ പുറത്തേക്ക് ഇരിക്കുക, ഞാൻ വിളിപ്പിക്കാം. സ്വാമി, പോയി വെളിയിലിരിക്കുക. പോയവരൊക്കെ ഇനി വരട്ടെ കേട്ടോ. ഇരിക്കൂ ജോർജ്. ജോർജിന് ഇയാളെ എങ്ങനെ അറിയാം? അയാൾ ഈ നാട്ടുകാരനാ സാറേ. 10 വർഷം മുമ്പാ ഇവിടെ രജിസ്റ്റർ ചെയ്തൊരു മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു. അയാളുടെ മകനെ ആരോ തട്ടിക്കൊണ്ടുപോയി. പ്ലംബറായിരുന്നു. കിട്ടുന്ന പൈസയ്ക്കെല്ലാം വെള്ളം അടിക്കുക. വീട്ടിലാണെങ്കിൽ എന്നും പ്രശ്നങ്ങളും. 2 കുട്ടികളാ, ഒരാണും പെണ്ണും. 4 വയസ്സുള്ള ഇളയ മകനുമായി ടൗണിൽ പോയതാ. തിരിച്ചു വരുന്ന വഴി കുട്ടിയെ സൈക്കിളിലെത്തി അയാൾ ഷാപ്പിൽ കയറി. ഞാനെത്താം. ഓ പറ ജോർജ്. കുട്ടിയെ കാണാനില്ലെന്ന പരാതിയായിട്ട് എന്നെയാ വന്ന് കണ്ടത്. നിങ്ങൾ അന്വേഷിച്ചില്ലേ ജോർജ്? അന്വേഷിച്ചു, ഒരു തുമ്പും കിട്ടിയില്ല. ഞാൻ അയാളെ അവസാനമായി കണ്ടത് വിശ്വ, നീ എന്താ ഇവിടെ? താനിപ്പം വീട്ടിലെങ്ങും പോവാറില്ലേ? ഇല്ല സാർ, എന്റെ കുഞ്ഞിനെ കിട്ടാതെ ഇനി ഞാൻ അങ്ങോട്ടേക്കില്ല. ലക്ഷ്മി, നീ കരയാതെ. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പരാതിയും കൊടുത്തിട്ട് ഇവിടുന്ന് എന്റെ കുഞ്ഞിനെ കിട്ടുവോ? എന്റെ മോനെ, നീ എവിടെ പോയടാ? എന്റെ ദൈവമേ, ഇനി ഞാൻ എന്തോ ചെയ്യും? മോള് സ്കൂളിൽ നിന്ന് കുഞ്ഞാവെ തിരക്കുമ്പോ ഞാൻ എന്തോ പറയും? എനിക്ക് എന്റെ മോനെ വേണം. കള്ളുപിടിക്കാൻ പണമില്ലാഞ്ഞിട്ട് നിങ്ങൾ എന്റെ മോനെ വിറ്റോ? ലക്ഷ്മി, നീ എന്തായി പറയുന്നേ? തൊട്ടുപോര് തന്നെ. അവൻ നമ്മുടെ മോനല്ലയോ? ഞാൻ എങ്ങനെ ചെയ്യൂ? എനിക്ക് എന്റെ മോനെ വേണം. ഇല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്റെ ശവം ഞാൻ തീറ്റിക്കും. പറഞ്ഞേക്കാം. പറ്റിപ്പോയതാ ലക്ഷ്മി, മനഃപൂർവ്വമല്ലല്ലോ. പറ്റിപ്പോയതോ? നിങ്ങൾ പറഞ്ഞ കള്ളക്കഥ ഞാൻ വിശ്വസിക്കണം?
നിങ്ങളുടെ മുടിഞ്ഞ കള്ളുകൂടിയാണോ ഇതെല്ലാം സംഭവിച്ചത്? ഇല്ല, ഇനി ഞാൻ കുടിക്കത്തില്ല. നിർത്തി. എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഞാൻ സ്റ്റേഷനിൽ ചെന്ന് ജോർജ് സാറിനെ ഒന്നുകൂടെ കാണാം. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ്. എന്റെ മോനില്ലാതെ ഇങ്ങോട്ട് വരണ്ട. ഇങ്ങനെ ഭർത്താവ് എനിക്ക് വേണ്ട. സാറേ, എന്റെ മോനെ കുറിച്ച് എന്തെങ്കിലും? ഇതുവരെ ഒരു വിവരമല്ല വിശ്വ. താൻ വിഷമിക്കണ്ട, തമിഴ്നാട്ടിലേക്ക് ടീമിനെ പറഞ്ഞിട്ടുണ്ട്, അവർ വരട്ടെ. എനിക്കൊരു പ്രതീക്ഷയില്ല സാറേ. മാസം 3 ആയി, ഇതുവരെ ഒരു വിവരമില്ല. ഞാൻ ഇനി എന്തിനാ സാറേ ജീവിക്കുന്നത്? എല്ലാത്തിനും കാരണം എൻ്റെ കള്ളുകൂടിയാണ്. താൻ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കണ്ട. ജീവിതത്തിൽ ഇങ്ങനെ പല പരീക്ഷണങ്ങളും നേടേണ്ടി വരും. എടോ, തൻ്റെ ഭാര്യയ്ക്കും കുഞ്ഞുങ്ങൾക്കും താനല്ലാതെ പിന്നെ ആരാ ഉള്ളത്? ഓ, അവർക്കൊന്നും എന്നെ വേണ്ട സാറേ. താൻ സമാധാനിക്ക്, ഞങ്ങളൊക്കെ വിടില്ലേ. മോനെ ഞാൻ കണ്ടുപിടിച്ചു തരും. അതിരിക്കട്ടെ, താൻ എന്തെങ്കിലും കഴിച്ചോ? അമ്പലത്തിൽ നേതിച്ചോറ് കിട്ടും സാറേ, അതുകൊണ്ട് കഴിഞ്ഞു കൂടുന്നു. കുറച്ച് പൈസ വെച്ചോ. താൻ വാ, വണ്ടിയെ കയറ്, നമുക്ക് വീട്ടിൽ പോയി ആഹാരം കഴിച്ചിട്ട് പോവാം. അന്ന് കണ്ടതാ, പിന്നെ ഇപ്പോഴാ ഇയാളെ കാണുന്നത്. ഹലോ സുരേഷേ, എന്തായി? സാറേ, സംഭവം സത്യം, പക്ഷേ ആളതല്ല. പിന്നെ ആരാ? സാറേ, അത് ആക്രി സന്തോഷം എന്ന് പറയുന്ന ഒരുത്തന്. അവൻ ഇപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ. അവനെ ട്രേസ് ചെയ്യടോ. ചെയ്യാം സാറേ, ഞങ്ങളിപ്പോ അവന്റെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുവോ. ശരി, എന്നാ വിളിക്കണം കേട്ടോ. ഓക്കെ സാറേ, ഓക്കെ ഓക്കെ. അപ്പോഴാ പാവത്തിനെ വെറുതെ പോയി വിളിക്ക്. വെറുതെ സംശയിച്ച് പറഞ്ഞു വിട്ടേക്കാം. വിശ്വ, കയറി വാ. ഇരിക്കി സ്വാമി. വേണ്ട സാർ. ഇരിക്കെ, വാ. സ്വാമി പൊയ്ക്കോ, കള്ളനെ ഞങ്ങൾ പിടിച്ചോളാം. ആ പിള്ളേര് പറഞ്ഞപ്പോൾ ഞാനും അങ്ങനെ കരുതിയത്. ഞാൻ എൻ്റെ മകനെ തിരക്കി ഒരുപാട് അറിഞ്ഞിട്ടുണ്ട് സാറേ. പട്ടിണിയിലും പൈപ്പ് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട് സാറേ. പക്ഷേ ഇന്ന് വരെ മോഷ്ടിച്ചിട്ടില്ല സാറേ. മനഃപൂർവ്വം അല്ലല്ലോ സ്വാമി. ഇതാണ്ട് സ്വാമി. ഇപ്പോ കള്ളനെന്ന പേരുമായി സാറേ. സാരമില്ല. വൈകിട്ട് വീട്ടിലോട്ട് വരണം. വരാം സാർ. പഴയ സ്ഥലത്ത് തന്നെ വീട്. ദൈവമേ, എന്റെ ബാഗ്! അയാൾ ദേ പോകുന്നു. അമലേട്ട ചെന്ന് ചോദിക്ക്, എന്റെ ബാഗ്. അയ്യോ, എന്റെ ബാഗ്. എന്തിനാ അയാളെ വിട്ടേന്ന് ചെന്ന് ചോദിക്കാം അമലേട്ടാ. ഒന്നും മിണ്ടാതിരിക്കുന്നു, വാദി പ്രതിയാകുമെന്ന എന്റെ പേടി. നടക്കണം അങ്ങോട്ടെ. എന്താ വേല കാണിക്കുന്നത് നീ? എന്താടാ മസിൽ പിടിക്കുന്നത്? വിളച്ചിലെടുക്കുന്നോ കാടുകൊള്ള മോനെ? ഈശ്വര, എന്റെ ബാഗ്. ഷോ, സ്വാമിയല്ലേ ബാഗ് എടുത്തത്? നാണക്കേടായല്ലോ. നിങ്ങൾ രണ്ടും കേറി വന്നേ. ഇനി എന്തോ പറയും? എന്താകും എന്തോ. കേറി വാ. ഇതാന്നോടെ ബാഗ്? സാർ. ദൈവമേ, എന്റെ ബാഗ്. എല്ലാം ഉണ്ടോ നോക്ക്. അതാണ്ട മൊബൈല്. എല്ലാം ഉണ്ടല്ലോ. ഉണ്ട് സാർ. യവനാ നിങ്ങളുടെ ബാഗ് എടുത്തത്?
വെറുതെ ആ പാവം സ്വാമി സംശയിച്ചു. നേരെയില്ല, എന്തുകൊണ്ട് നോക്കുന്നേ? വലിയ പുള്ളിയാ. ഇത് കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യം. ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാം നോക്കിയല്ലോ? നോക്കി സാർ. എല്ലാം ഉണ്ടോ? ഉണ്ട്. സന്തോഷമായോ? സന്തോഷമായി. എന്നാ ശരി, പൊയ്ക്കോ. വളരെ നന്ദിയുണ്ട് സാർ. ശരി, ആയിക്കോട്ടെ. ആ കഥ കാണിച്ചല്ലേ. അതാ സ്വാമിയാ വരുന്നത്, വണ്ടി നിർത്ത്. അങ്കിളെ, അങ്കിളെ, ഞങ്ങളോട് ക്ഷമിക്കണം. ഇവളുടെ പൊട്ടത്തരത്തിന് പറ്റിപ്പോയതാ. അന്നേരത്തെ ആ ടെൻഷനിൽ ഞാൻ അറിയാതെ. സാരമില്ല മക്കളെ, നിങ്ങൾ പൊക്കൂ. ശരി, എന്നാ ഞങ്ങൾ പൊയ്ക്കോട്ടെ അങ്കിളെ. ശരി മക്കളെ, വാ പോകാം. അങ്കിളെ, ഒന്ന് നിൽക്കണേ. അങ്കിളെ, അങ്കിൾ എന്തെങ്കിലും കഴിച്ചോ? ഞങ്ങളുടെ കൂടെ വാ, ഊണ് കഴിച്ചിട്ട് പോകാം. മക്കളെ, ഇയാളുടെ അമ്മയുടെ ഓർമ്മ ദിനമാ. വാ അങ്കിളെ, എൻ്റെ ഒരു സമാധാനത്തിനാ. ഊണ് കഴിച്ചിട്ട് പോകാം. വാ അങ്കിളെ, വാ. കയറങ്ങളെ. കേറി വാ അങ്കിളെ. സൂക്ഷിച്ച്. അങ്കിളെ, ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തറവാട് ഓർഫനേജിലാ. ആദ്യം അങ്കിള് ചായ കുടിക്ക്, ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. ഇത് ലക്ഷ്മി. അങ്കിളെ, എന്നാ അങ്കിളെ ചായ. എന്റെ അമ്മയാ, 2 വർഷമായി മരിച്ചിട്ട്. ഇന്ന് അമ്മയുടെ ഓർമ്മ ദിവസമാ. ചായ കുടിക്കങ്കളെ. ലക്ഷ്മി, നീ കരയാതെ. അച്ഛനോ? എനിക്ക് ആ വാക്ക് കേൾക്കുന്നതേ വെറുപ്പാ. അയാളെ കണ്ടാൽ അയാളുടെ മുഖത്ത് കാർ തുപ്പും. എന്റെ മോനില്ലാതെ ഇങ്ങോട്ട് വരണ്ട. ഇങ്ങനെ എനിക്ക് വേണ്ട. ജന്മകർമ്മ പിൻപാതകളിൽ നോവിൻ നൊമ്പര പൂക്കളല്ലേ, നോവിൻ നൊമ്പര പൂക്കളല്ലേ. നോവിൻ നൊമ്പര പൂക്കളല്ലേ.